ഹലോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രസന്റേഷൻ നമ്മൾ ചെയ്യാനാണ്. ഒരു PPT. അതായത് നമ്മളിപ്പം സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണം ഒരു സെമിനാർ എടുക്കുമ്പോഴും എല്ലാവരും നമുക്ക് എന്ത് വേണം, PPT വേണം. അപ്പം ആ PPT വെച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാ പ്രസന്റേഷനും എടുക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു PPT ചെയ്യാം, നമുക്ക് ChatGPT ഉപയോഗിച്ച് ഒരു PPT എങ്ങനെ ഈസി ആയിട്ട് അത് ചെയ്തെടുക്കാം എന്നൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ക്യാൻവ ഉപയോഗിക്കുന്നത്. അതിൽ ടെംപ്ലേറ്റ്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ക്യാൻവയിലോട്ട് കയറാം. ക്യാൻവ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ പ്രസന്റേഷൻ സെലക്ട് ചെയ്യാം. പ്രസന്റേഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ വരുന്ന ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഇവിടെ വരുന്നത് പോലെ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നമ്മളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് ആദ്യം ചൂസ് ചെയ്യാനുള്ളത്. ഇത് ചൂസ് ചെയ്യുന്ന മുമ്പേ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഗൂഗിളിലോട്ട് പോവാം. ഇത് ചൂസ് ചെയ്യുന്ന മുമ്പ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഗൂഗിളിലോട്ട് പോവാം. ഗൂഗിളിൽ പോയിട്ട് ChatGPT ഓപ്പൺ ആക്കാം. ChatGPT ഓപ്പൺ ആയി അത് ഇട്ട് കൊടുക്കാം. ഒരു ഒരു പുതിയ ChatGPT എടുക്കാം. ChatGPT എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കാം. നമുക്ക് പ്രോംപ്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്രിയേറ്റ് പ്രസന്റേഷൻ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രിപ്പയർ പ്രസന്റേഷൻ എന്ന് കൊടുക്കാം. ക്രിയേറ്റ് കൊടുത്താൽ നമുക്ക് പ്രസന്റേഷൻ ആയിട്ട് തന്നെ ഒരു പ്രസന്റേഷൻ രൂപത്തിലായിരിക്കും അവർ നമുക്ക് തരുന്നത്. പക്ഷെ നമ്മൾ പ്രിപ്പയർ എന്നാണ് കൊടുക്കണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് കാര്യം പോലെ ആയിരിക്കും വരുന്നതാണ്. പ്രസന്റേഷൻ ഓൺ സ്പോർട്സ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് ആണ് ആദ്യം അടിച്ചു കൊടുത്തത്. ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തായിരിക്കും ആദ്യത്തെ സ്ലൈഡിൽ എന്ത് വേണം, എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ്, പിന്നെ വൈ സ്പോർട്സ്, ടൈപ്പ് ഓഫ് സ്പോർട്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മേജർ ഈവന്റ്, ഇതാണ് നമുക്ക് പ്രിപ്പയർ ഇത് പ്രിപ്പയർ പ്രസന്റേഷൻ ഓഫ് സ്പോർട്സ് കൊടുക്കുമ്പോൾ. ഇനി അല്ലാതെ തന്നെ ഞാനാണെങ്കിൽ ഇവിടെ വേറെയും കൊടുത്തിട്ടുണ്ട്. ഒക്കെ കൊടുത്തു വെച്ചതാണ്. ആദ്യം കൊടുത്തത് കവർ നെസറി ടോപ്പിക് എല്ലാം കവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വേറൊരു പ്രോംപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ല രീതിക്ക് ഇത് നമ്മൾ പ്രോംപ്റ്റ് എത്ര രീതിക്ക് എത്ര പ്രാവശ്യം അടിച്ചു കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പൊ ഞാൻ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തതനുസരിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ട്, ഏറ്റവും അവസാനം കിട്ടിയ റിസൾട്ടാണ് പോകുന്നത്. അപ്പം ഏകദേശം ഓരോ സൈഡ് എന്തൊക്കെ വേണം, ഇതേപോലത്തെ പ്രോംപ്റ്റ് തന്നെയായിരിക്കും മറ്റേലും കിട്ടുന്നത്. പക്ഷെ ഇതെന്തോ എനിക്ക് ഒന്നും കൂടെ ഇത് ക്രിയേറ്റ് എന്ന് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിക്ക് വരുന്നു എന്ന് തോന്നിയതാണ് ഇപ്പൊ ക്രിയേറ്റ് എന്ന് കൊടുത്തത്. അപ്പൊ നമുക്ക് പ്രോംപ്റ്റ് 9 സ്ലൈഡിന്റെ പ്രോംപ്റ്റ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ അതിനെ തന്നെ നമ്മൾ ഇനി എങ്ങനെ ക്യാൻവയിലോട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ക്യാൻവയിൽ വന്നു. ഇനി നമ്മൾ അടുത്ത് ഡിസൈൻ ആണ് ചൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ എന്തിനെ കുറിച്ച് അടിച്ചിങ്ങനെ സ്പോർട്സ് എന്നാണ് അടിച്ചിരുന്നത്. അപ്പൊ സ്പോർട്സിന്റെ സ്പോർട്സ് പ്രസന്റേഷൻ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ കുറെ വരും. ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാം. ഇതിൽ നിന്ന് ചൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് വേറെ ഇതിൽ വേണം എടുക്കാം. അതെടുത്തിട്ട് നമ്മൾ രീതിക്ക് മാറ്റി എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം പുതുതായി തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പോ സ്കൂളിലും അവിടത്തേക്ക് ഒരു കോളേജിൽ പെട്ടെന്ന് ഒരു പ്രസന്റേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്ത് സൂപ്പർ ആയിക്കൊണ്ടിരിക്കുന്ന ടൈം കാണത്തില്ല. അപ്പൊ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരെണ്ണം നോക്കി എടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ട മാറ്റങ്ങൾ മെസ്സേജ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യേണ്ടത്. ഇപ്പൊ സ്പോർട്സ് എന്ന് തന്നെ അടിക്കണമെന്നില്ല, പ്രസന്റേഷൻ ഒന്ന് അടിച്ചാലും കുറെ പ്രസന്റേഷൻ വരും. അതിനായിട്ട് നമുക്ക് മാറ്റിയൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ ഒരു നല്ല പ്രസന്റേഷൻ, നമുക്ക് ആദ്യം ഒരു നല്ല പ്രസന്റേഷൻ ചൂസ് ചെയ്യാം. നിങ്ങളുടെ സ്പോർട്സ് ഒന്ന് കൊടുക്കുമ്പോ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ഈ ഒരു പ്രസന്റേഷൻ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഏത് പ്രസന്റേഷൻ വേണം ചൂസ് ചെയ്യാം. എങ്ങനത്തെ എടുത്താലും നമുക്ക് അതിനെ നമ്മുടെ രീതിയിൽ മോഡിഫൈ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോ എന്താ ഇതാണ്. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. ഇതിൽ ഞാൻ ഈ റൈറ്റിംഗിന് വരാം. നമ്മുടെ സ്പോർട്സ് നോക്കണം. സ്പോർട്സ് നോക്കി നമുക്ക് എന്താണ് ഫോണ്ട് മാറ്റി കൊടുക്കാം. ഫോണ്ട് ചെറുതായി കൊടുക്കാം.
എന്നാണെങ്കിൽ ഇത്രയും പേര് 100 ബാക്കി ഇത്രയും കിട്ടി. ഞാൻ ആദ്യം ചെയ്യാം. ചെയ്ത് ഇവിടെ സെന്ററിൽ വെച്ച് കൊടുത്തു. ഇതിനകത്ത് ഇത്രയും ഗ്രൂപ്പ് ചെയ്ത് നോട്ട് മാറ്റി ടെസ്റ്റ് അവിടെ ഇരിക്കട്ടെ, ബൈ അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ഇത്രയാണ് ചെയ്തത്. ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അവസാനം മാറ്റി കൊടുക്കാം. അത് നോക്കി ടൈം പറയാനുണ്ട്. ഇനി അടുത്ത പ്രസന്റേഷനോട് ആഡ് പേജ് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. എടുക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിന്റെ താഴെ 1/50 എന്നൊക്കെ കൊടുത്തേക്കുന്ന തന്നെ ഉണ്ട്. അതിനകത്ത് 15 സൈഡ് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ നിന്ന് എന്താ ഒരുമാതിരി കുഴപ്പമില്ലാത്ത ഒരു സാധനമാണെന്ന് തോന്നി. അത് സെലക്ട് ചെയ്ത്. അപ്പൊ ഞാനിത് ആദ്യം വെച്ചു. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഇത് എത്രയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് നേരെ ChatGPT-യിലോട്ട് പോവാം. ChatGPT ഫസ്റ്റ് സ്ലൈഡിന് ഇൻട്രൊഡക്ഷൻ കട്ട് ചെയ്തു. ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്തു, കോപ്പി പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന് ആവശ്യാനുസരണം ചില മുകളിലോട്ട് വെച്ചിടാം. കാരണം നമ്മുടെ ടെസ്റ്റ് കുറച്ച് വരാനുണ്ട്. ഇത്രയല്ല, നമ്മൾ ഇതേപോലെ കുറച്ച് ടെസ്റ്റ് ഉണ്ട് ടൈപ്പ് ചെയ്യാൻ. നമുക്ക് തന്നെ കുറച്ച് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യാം. ഞാൻ ഇതിനെയാണ് ഈ പച്ച കളറിൽ കൊടുക്കാൻ പോകുന്നത്. ഇതിന് എന്ത് ചെയ്യാൻ പോകുന്നത്? പച്ച കളറിൽ കൊടുക്കാൻ പോകുന്നത്. കട്ടെടുത്തിട്ട് ഞാനിത് ഇവിടെ പേസ്റ്റ് ചെയ്ത് അതിന്റെ സൈസ് ഒരു 28 ആക്കാൻ പോവാണ്. 28 ആക്കി ഇവിടെ വെച്ചു. ഇതിന്റെ അടിയിൽ കൊടുത്തു. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്തത് വീണ്ടും ChatGPT പോയി അതിന്റെ ബാക്കി ഭാഗം കോപ്പി ചെയ്യാൻ അല്ലെങ്കിൽ കട്ട് ചെയ്യാം, എന്താണ് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ സൈസ് നല്ല ചെറുതായി കിടക്കുന്നത് 20 കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനൊരു 25 ആയി കൊടുക്കാം. 25 ഗ്രൂപ്പ് ചെയ്ത് ഗ്രൂപ്പ് ആക്കിയിട്ട് അങ്ങോട്ട് നീക്കി വെക്കുകയാണ്. ചെറുതാക്കി സൈഡിലൊക്കെ മാറ്റി കുറച്ചും കൂടെ അടിച്ചു കൊടുക്കാം. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് എന്റെ കോപ്പി എടുത്ത് ഇതേപോലെ എനിക്ക് 3 ടൈപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ 3 സെറ്റ് ആയിട്ട് എടുത്തിട്ടു. ഇനി അതിനനുസരിച്ച് നമുക്ക് പാടത്തിന് ചെറുതാക്കാം. ഇവിടെ എന്തെങ്കിലും പണം കൊടുക്കണമായതുകൊണ്ടാണ് ഞാൻ ഇത് കളയാതെ അവിടെ തന്നെ വെച്ചിരിക്കുന്നത്. ഇനി ബാക്കിയും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ചെയ്തപോലെ തന്നെ ബാക്കിയും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോകണം. ഇവിടെ കൺട്രോൾ S കൊടുത്തു. ഇവിടെ കൊണ്ടുവന്ന് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തു, പേസ്റ്റ് ചെയ്തു, ബാക്ക് സ്പേസ് അടിച്ചു. അടുത്തത് ഇതേപോലെ തന്നെയാണ്. കട്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പം ബുള്ളറ്റ് വന്നിട്ടുണ്ട്, അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് വരുമ്പോ വീണ്ടും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. കട്ട് ചെയ്തു, കൊണ്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ അവസാനം ഒരു വഴി എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതിനാണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് അലൈൻമെന്റ് പിന്നെ ശരിയാക്കാം. എന്നാലും എന്തും ഇതാണ് കൺട്രോൾ X അടിച്ചു ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതെല്ലാം ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യാത്തത്. ഇതിനെ അൺഗ്രൂപ്പ് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് വലുതായി കൊടുത്താൽ ഇനി നിന്ന് മറ്റേതുപോലെ തന്നെ ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് 3 അറേഞ്ച് ചെയ്തതിനു ശേഷം വീണ്ടും
പിന്നെ കുറച്ചിങ്ങോട്ട് പൊക്കി ഇപ്പൊ 30 എന്നിട്ട് ഇവിടെ സ്പേസ് കൂടുതൽ കിടക്കുവാണ്. ഈ സ്പേസ് ബാക്ക് സ്പേസ് ചെയ്ത് കൊടുത്തു. ലൂപ്പ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചു. പിന്നെ 39 കൊടുത്തു. അപ്പൊ ഇത്രയാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. ഇനി ഇത്രയും എടുത്ത് ഇത് ഇത്രയും ഞാൻ എന്ത് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തതിനു ശേഷം പൊസിഷനിൽ പോയി ടോപ്പ് സെന്റർ ആക്കിയിട്ടുണ്ട്. മിഡിലും സെന്ററിലും ആക്കിയിട്ടുണ്ട്. മിഡില് സെന്റർ ആക്കുമ്പോൾ ഇങ്ങോട്ട് കയറി പോകുന്നുണ്ട്. നമുക്ക് സെന്റർ ആക്കണ്ട, ഇങ്ങനെ എല്ലാം ഇരിക്കട്ടെ. ഈ സ്ലൈഡ് ഇനി അടുത്തത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഇത് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ വലുതാക്കി ചെറുതാക്കി എന്താണ് ചെയ്യാം. ഇനി അടുത്ത സ്ലൈഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്ലൈഡിൽ ഇതിൽ ഏതെങ്കിലും മോഡൽ വേണമെങ്കിൽ അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ മോഡൽ വരും. ഇനി അടുത്ത പ്രൊസീജിയർ എല്ലാം സെയിമാണ്. അടുത്ത് നമ്മളിപ്പം നേരത്തെ ചെയ്ത പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ഫുള്ള് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നെ എല്ലാ പേജിലും കോപ്പി പേസ്റ്റ് ചെയ്യാം. പിന്നെ ആവശ്യം എന്താണ് നമ്മൾ അതിനെ ഓരോന്നിനായിട്ട് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ പേജിലും ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിന്റെ മോഡലിനെയൊക്കെ ഫോട്ടോസൊക്കെ ചെറുതാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻട്രൊഡക്ഷൻ ചെയ്ത ആ ഫോണ്ടല്ല ആ ചെയ്ത ടെസ്റ്റിനെ തന്നെ നമ്മൾ എല്ലാ പേജിലോട്ടും കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോ 9 പേജാണ് വേണ്ടത്. ഈ 9 പേജ് നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരെ ചാറ്റ് ജിപിടിയിലോട്ട് പോകും. ചാറ്റ് ജിപിടി പോയതിനു ശേഷം നമ്മൾ നേരത്തെ ഓരോ സെന്റൻസ് ആയിട്ടല്ലേ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നില്ല. നമുക്കാണെങ്കിൽ എല്ലാം ഒരു 3 പോയിന്റ് ഉണ്ടെങ്കിൽ ആ 3 പോയിന്റ് ഒരുമിച്ച് കോപ്പി പേസ്റ്റ് ചെയ്യാം. അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതില് ഓരോന്നായിട്ട് ബോൾഡ് ചെയ്ത് നമുക്ക് അതിനൊന്ന് ചെറുതായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെൻട്രാസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓരോ സെന്റൻസും സെലക്ട് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എന്ത് ചെയ്യാം, അതിന്റെ കളർ ചേഞ്ച് ചെയ്യാനും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അങ്ങോട്ട് ഞാൻ എല്ലാ സ്ലൈഡിലും ഫാസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് ഉള്ള ഒരു ഫാസ്റ്റ് റിവ്യൂ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കയറി നോക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയാണ് ചെയ്തെടുത്തതെന്നുള്ളത്.
അപ്പോൾ നമുക്കാണെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഒന്ന് മാറ്റാം. ഇത് ഇപ്പം പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുക്കണം. ഇതൊന്നും നമുക്ക് വേണ്ട. ഇതെല്ലാം ഇത്രയും വേണ്ട, ഇത് വേണം. ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. അതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് നമ്മളൊന്ന് പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്യുവാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തതിന് ശേഷം ഇമേജസ് കൊടുത്താൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ക്യാമറയിൽ പോയി പടം ഗ്യാലറി ചെയ്യുന്നു. ഇവിടെയാണ് ഇത് ടാഗ് ചെയ്തു. ക്യാമറയിൽ പോയി ഇവിടെ അപ്ലോഡ് ചെയ്താൽ മതി. ഇവിടെ അപ്ലോഡ് ആവും. അടുത്തുന്നത് ഇങ്ങോട്ടിടുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിപ്പോ ഒരു നീല എന്നൊക്കെ എടുത്തിട്ട് നീലയിലോട്ട് മാറ്റിയിട്ട് ഇതിനെ ഇവിടെ കൊണ്ടുവച്ച് എന്ത് ചെയ്യാൻ പോവാണ്, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഇവിടെ പോയി ട്രാൻസ്പാരൻസി കുറച്ചാൽ നമ്മൾ ബാക്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണ് പറഞ്ഞത് അതിന്റെ ഒരു ഷെയ്ഡും കൂടെ നമുക്ക് കിട്ടും. ഇനി അത് ഇവിടെ എഡിറ്റ് ചെയ്യാനും പറ്റും. ആദ്യമേ കൊടുക്കണം, ഇല്ലെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പാടായിരിക്കും. ഇങ്ങനെ ബ്ലാക്ക് ഇഷ്ടമായിട്ടോ ഇനിയിപ്പം വേറെ ഏതെങ്കിലും കളറാക്കുന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ആക്കാം. എന്നിട്ട് ഇതിന്റെ ട്രാൻസ്പാരൻസി അനുസരിച്ച് അതിന് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം പോസ്റ്റ് കൊടുക്കുക. എല്ലാ പേജിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക, എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്തു, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ്. അങ്ങനെ എല്ലാ പേജിലും നമ്മൾ ഇതേപോലെ പേസ്റ്റ് കൊടുത്താൽ നമ്മളെ ഏകദേശമുള്ള എല്ലാ പണിയും കഴിഞ്ഞു. ഏകദേശം ഒരു വീട്ടിലേക്ക് തെറ്റായി. പിന്നെ ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യം കുറച്ച് സ്പേസ് ഇറക്കുന്നില്ലേ, ഇവിടെ എന്തെങ്കിലും പടം ആഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് നമുക്കാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇതേപോലെ ഏതെങ്കിലും പടം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ കൊള്ളായിരിക്കും. ഇതിപ്പം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പടമല്ല, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് വെച്ചു കൊടുത്താൽ കൊള്ളായിരിക്കും. പിന്നെ അതുകൂടാതെ ഇവിടെയുള്ള പടത്തിലൊക്കെ സ്പോർട്സ് റിലേറ്റഡ് ആക്കാം. അതായത് സ്പോർട്സ് റിലേറ്റഡ് പടം എടുത്തതിന് ശേഷം ഇങ്ങനെ ടാഗ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടാൽ മതി. ടാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചതാ ഈ പടത്തിന് റീപ്ലേസ് ആയിട്ട് വരും. അതേപോലെ ഇവിടെ എന്താണോ പറയുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ഇങ്ങനെ ടാഗ് ചെയ്തിടാം. ഇനി ഇത് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയി എയിം അടിച്ചു കൊടുത്താൽ ഫ്രെയിംസ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അടിച്ചാൽ ആ ഷേപ്പിന്റെ ഫ്രെയിംസ് വരും. പിന്നെ സർക്കുലർ ഇതേപോലുള്ള എല്ലാ ഷേപ്പും ഫ്രെയിംസ് മാത്രം അടിച്ചാൽ തന്നെ കുറെ ഫ്രെയിംസ് വരും. ഇതിനാണെങ്കിലും ചെയ്ത് അങ്ങനെ വെച്ചാൽ ഇവിടെ ആ ഫ്രെയിം വരും. അത് ഇവിടെ ഇങ്ങനെ നമുക്ക് വെച്ചു കൊടുക്കാം നമ്മളെ ഇഷ്ടത്തിൽ. ഇതെന്താ ഇവിടെ നിൽക്കി ഇങ്ങനെ പോണ ഇങ്ങനെ ഒരു ഫ്രെയിം വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്ത് പോയി ഒരു ഫോട്ടോ എടുത്ത് ഡ്രാഗ് ചെയ്ത് വെച്ചു കൊടുത്താൽ അവിടെ എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എളുപ്പം ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. ക്യാൻവയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.